ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്ന് പറയുന്നത് നേർവഴിയിൽ നടക്കുവിൻ. നേർവഴിയിൽ നടക്കുവിൻ. പരിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസായുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വേദഭാഗം നോക്കുമ്പോൾ നമുക്കതിൽ നിന്നും മനസ്സിലാകുന്നത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ തൻ്റെ അപ്പനോട് പറഞ്ഞു, എൻ്റെ വീതം എനിക്ക് വീതിച്ചു തരിക, ഞാൻ തന്നെ ജീവിച്ചു കൊള്ളാം, എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം എന്ന് പറഞ്ഞ് അവൻ അപ്പനോട് വീതം മേടിക്കുന്ന ഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. ഇന്നത്തെ ലോകത്ത് നാം കാണുന്ന ആ യഥാർത്ഥ സത്യം. ന്യൂക്ലിയർ ഫാമിലിയാണ് നാം ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. എന്നാൽ അതിൽ അവൻ്റെ പരിചയസമ്പന്നത കുറവുള്ളതിനാൽ അവന് സംഭവിക്കുന്നതായ ഒരു വലിയ പാഠമാണ് ഈ വേദഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നത്. അവൻ്റെ അപ്പനിൽ നിന്ന് കിട്ടിയതായ എല്ലാ സ്വത്തുക്കളും വിറ്റ് രൂപ സ്വരുക്കൂട്ടിക്കൊണ്ട് അവൻ അന്യദേശത്തേക്ക് പോകുന്നതായി നാം കാണുന്നു. അന്യദേശത്തേക്ക് പോയി അവിടെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നെല്ലാം നശിപ്പിച്ചതിന് ശേഷം അവൻ അവിടെ ഒരു സാധാരണ ജോലിക്കാരനായിട്ട് കൂടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയും അവന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ അവസാനം അവൻ വളരെ കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലെത്തിയതിന് ശേഷം അവിടെ പന്നിയുടെ ആഹാരം അവന് കഴിക്കേണ്ടതായി വന്നതായി നാം കാണുന്നുണ്ട്. ആ പന്നിയുടെ ആഹാരം കഴിക്കുമ്പോഴാണ് അവന് യഥാർത്ഥത്തിൽ സുബോധം വന്നത്. ആ സുബോധത്തിൽ അപ്പോൾ അവൻ്റെ അപ്പനെയും അവൻ്റെ ചാർച്ചക്കാരെയും വീട്ടുകാരെയും ഒക്കെ അവന് ഓർമ്മ വന്നു. അവൻ തിരികെ അപ്പൻ്റെ അടുത്തെത്തുന്ന ഒരു ഭാഗമാണ് നാം ഈ വേദഭാഗത്തിൽ കാണുന്നത്. ഇന്ന് നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ചില കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് നമ്മളുടെ ഇടയിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പലരും ആത്മഹത്യയിലേക്ക് ചെന്ന് വീഴുന്നതിൻ്റെയും കാരണം ഇതൊക്കെ തന്നെയാണ്. കാരണം അവരുടെ കയ്യിലുള്ള അവരുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ നശിപ്പിക്കുകയും അതിനുശേഷം കടം കയറി യാതൊരു നിർവാഹവുമില്ലാതെ വന്നു കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നതായും നമ്മൾ തീരെ കുറഞ്ഞത് പേപ്പറിലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെയും പുറകിൽ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ അവന് അനുസരണം ഇല്ലായ്മ എന്നതാണ് അതിൻ്റെ മെയിൻ കാരണം. നേർവഴിയിലൂടെ നടക്കാത്തതാണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് നമുക്ക് മനസ്സിലാവും. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൽ ആശ്രയിക്കുക എന്നാൽ അവൻ യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നുള്ള ആ ഒരു പ്രക്രിയ അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അവൻ ഒരു കാരണവശാലും തോറ്റുപോകുകയില്ല. അത് നാം മനസ്സിലാക്കിയിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നുവെങ്കിൽ, മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ, സഹോദര സ്നേഹം നമുക്ക് ഉണ്ടെങ്കിൽ, സഹോദര സ്നേഹം എന്ന് പറയുന്നത് ഒരു വൺ സൈഡ് ആകാൻ പാടില്ല. ഒരുപോലെ പരസ്പരം സ്നേഹിക്കുന്ന ഒരു സഹോദരന്മാർ ഒരിക്കലും പിരിഞ്ഞിരിക്കത്തില്ല. എന്നാൽ ചില ഭവനങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്നത് ഒരു സഹോദരൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയി കഴിയുമ്പോൾ ആ കുടുംബാംഗങ്ങൾ ആ ജീവിച്ചിരിക്കുന്ന സഹോദരനെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിയാണ് ഇന്നത്തെ ലോകത്ത് നാം കാണുന്നത്. അത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നീ നിൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നുവെങ്കിൽ, ഈ 2 പുത്രന്മാരുണ്ടായിരുന്ന ഒരു അപ്പൻ്റെ 2ാമത്തെ മകൻ ഈ തെറ്റുകളൊക്കെ ചെയ്യുകയും എല്ലാം നശിപ്പിക്കുകയും ചെയ്തിട്ട് തിരിച്ചു വന്നതിന് ശേഷം അവനെ സ്വീകരിക്കുന്നതായാണ് കർത്താവ് പറഞ്ഞ ഉപമയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ അപ്പൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, അവൻ മരിച്ചവനായിരുന്നു, എനിക്കവനെ തിരികെ കിട്ടിയെന്നാണ്. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ ദൈവവും ഇത്രയും നാളും
നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തിരുന്നോ, എന്തൊക്കെ തെറ്റ് ചെയ്തുവോ അതൊക്കെയും അവൻ മറന്നിട്ട് നാം നേർവഴിയിൽ വരികയും നാം അവനോട് അടുത്ത് ചെന്ന് നമ്മളെ അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവം ഒരു കാരണവശാലും നമ്മളെ സ്വീകരിക്കാതിരിക്കുകയില്ല. ബാക്കിയുള്ള ജീവിതത്തിൽ നമുക്ക് സന്തോഷപ്രദമായി ജീവിക്കുവാനും നാം ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയി കഴിയുമ്പോൾ നിത്യതയിൽ നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി അവൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുവാൻ സാധിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.